IPC 498A വകുപ്പിനെ കുറിച്ച് കേൾക്കാത്തവരായി അധികമാരും ഉണ്ടാവില്ലല്ലോ അല്ലേ? വാർത്തകളിൽ എപ്പോഴും കേൾക്കുന്നൊരു വകുപ്പാണ് IPC 498A. ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ക്രൈംസ് രജിസ്റ്റർ ചെയ്യുന്ന ഒരു വകുപ്പ് കൂടിയാണിത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് 498A കുറിച്ചാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വിവാഹം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലെത്തുന്ന പെൺകുട്ടിക്ക് ഭർത്താവിൽ നിന്നോ ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്നോ ഏതെങ്കിലും ബന്ധുക്കളിൽ നിന്നോ ശാരീരികമായോ മാനസികമായോ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവങ്ങളോ പീഡനങ്ങളോ ഏൽക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് അവർക്കെതിരെ IPC 498A പ്രകാരം ഒരു കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. 1983 നിലവിൽ വന്ന ഈ നിയമം ഇന്ത്യൻ പീനൽ കോഡിന് പകരമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 85-86 പറഞ്ഞിട്ടുള്ളത്. അതായത് ഇനി മുതൽ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് വരുന്ന കേസുകൾ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 85-86 പ്രകാരമാണ് ഫയൽ ചെയ്യേണ്ടത്. ഇതിലെ 85-ാം വകുപ്പിൽ ഗാർഹിക ബന്ധങ്ങൾക്കുള്ളിൽ സ്ത്രീകൾക്കെതിരായ ക്രൂരതയെക്കുറിച്ചും വിവാഹബന്ധങ്ങൾക്ക് അപ്പുറം ഗുരുതരമായ പരിക്കേൽപ്പിക്കൽ, ആത്മഹത്യ, നിയമവിരുദ്ധ ആവശ്യങ്ങൾക്കായി ഉപദ്രവിക്കൽ എന്നിവയ്ക്ക് കാരണമാകുന്ന പെരുമാറ്റത്തെക്കുറിച്ചും ഈ വകുപ്പിൽ പരാമർശിച്ചിട്ടുണ്ട്. മാത്രമല്ല ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 85-ൽ ഒരു സ്ത്രീയെ ക്രൂരതയ്ക്ക് വിധേയമാക്കുന്ന ഭർത്താവിനോ ഭർത്താവിന്റെ വീട്ടുകാർക്കോ 3 വർഷം വരെ തടവ് ശിക്ഷയും പിഴയും ലഭിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സെക്ഷൻ 86-ൽ വ്യക്തമാക്കുന്നത് ക്രൂവൽറ്റി എന്നത് വെറും ശാരീരിക അക്രമം മാത്രമല്ല, മറിച്ച് കഠിനമായ മാനസികമോ വൈകാരികമോ ആയ ദുരുപയോഗം, നിയമവിരുദ്ധമായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ലക്ഷ്യമിട്ടുള്ള പീഡനം എന്നിവയും ഉൾപ്പെടുന്നു എന്നാണ്. അപ്പോൾ ഭർത്താവിൽ നിന്നോ ഭർത്താവിന്റെ ഏതെങ്കിലും ഒരു ബന്ധുവിൽ നിന്നോ മാനസികമോ ശാരീരികമോ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ പീഡനങ്ങൾ ഏൽക്കുകയാണെങ്കിൽ അവർക്കെതിരെ ഈ വകുപ്പുകൾ പ്രകാരം കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ ചെയ്യുന്നവർക്ക് 3 വർഷം വരെ തടവ് ശിക്ഷയും പിഴയും ലഭിക്കും. കൂടുതലും ഈ പീഡനങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീധനത്തിന്റെ പേരിലാവാം. സ്ത്രീധനം നിരോധിച്ചെങ്കിലും സ്ത്രീധനം ചോദിച്ചു വാങ്ങിക്കുന്ന ആളുകളുണ്ട്. ഇനി ചിലരുണ്ട്, വിവാഹ സമയത്ത് നിങ്ങളുടെ കുട്ടിക്ക് നിങ്ങൾ ഇഷ്ടമുള്ളത് കൊടുത്താൽ മതി, ഞങ്ങളായിട്ടൊന്നും ചോദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിവാഹത്തിന് ശേഷം ആ പെൺകുട്ടിക്ക് ലഭിച്ച സ്വർണവും പണവും ഒന്നും പോരാ എന്ന് പറഞ്ഞ് ആ കുട്ടിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നവരുമുണ്ട്. എന്നാൽ മറ്റു ചിലരാവട്ടെ പെൺകുട്ടികൾക്ക് സൗന്ദര്യം പോരാ എന്ന് പറഞ്ഞ് മാനസികമായി പീഡിപ്പിക്കുന്ന ആളുകളുമുണ്ട്. സ്ത്രീധനത്തിന്റെ പേരിലോ സൗന്ദര്യത്തിന്റെ പേരിലോ മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഭർത്താവിന്റെ വീട്ടിൽ സ്ത്രീകളെ ഭർത്താവോ ഭർത്താവിന്റെ ഏതെങ്കിലുമൊക്കെ ബന്ധുക്കളോ മാനസികമായോ ശാരീരികമായോ പീഡിപ്പിക്കുകയാണ്, അവരെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കുന്നില്ല. അങ്ങനെയുള്ള സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് 1983-ൽ IPCയിൽ ഒരു ഭേദഗതി 498A ആയി കൊണ്ടുവന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ക്രൈംസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു വകുപ്പാണ് ഇത്. ഈ വകുപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലീഗലി വെഡഡ് വൈഫിന് മാത്രമേ ഈ വകുപ്പ് പ്രകാരം കേസ് ഫയൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് നിയമപരമായി വിവാഹം രജിസ്റ്റർ ചെയ്ത നിയമപരമായി ഭാര്യയായിട്ടുള്ള ഒരു സ്ത്രീക്ക് മാത്രമേ ഭർത്താവിനും ഭർത്താവിന്റെ വീട്ടുകാർക്കുമെതിരെ ഈ വകുപ്പ് പ്രകാരം കേസ് ഫയൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിയമപരമായി വിവാഹം ചെയ്യാതെ ലിവിംഗ് ടുഗദറിലൊക്കെ ജീവിക്കുന്നവർക്ക് ഈ വകുപ്പ് പ്രകാരം കേസ് കൊടുക്കാൻ സാധിക്കുന്നതല്ല. ഇനി ആർക്കൊക്കെയാണ് ഈ വകുപ്പ് പ്രകാരം പരാതി കൊടുക്കാൻ സാധിക്കുന്നത്? പീഡനങ്ങൾ അനുഭവിക്കുന്ന പെൺകുട്ടിക്ക് മാത്രമല്ല, ആ പെൺകുട്ടിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കോ അച്ഛനോ അമ്മയ്ക്കോ സഹോദരങ്ങൾക്കോ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കോ വരെ പരാതി കൊടുക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലവിൽ വന്ന ഈ നിയമം ഇന്ന് ഒരുപാട് ആളുകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള 498A കേസുകൾ ഇന്ന് നിലവിലുണ്ട്. ഭർത്താവിനെയോ ഭർത്താവിന്റെ വീട്ടുകാരെയോ ഒക്കെ പേടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റിവെഞ്ച് തീർക്കുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള കേസുകൾ കൊടുക്കുന്ന സ്ത്രീകളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ വ്യക്തമായിട്ട് പറയാം. 498A വകുപ്പ് എന്ന് പറയുന്നത് ഒരു നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. അപ്പോൾ ഇത്തരത്തിലൊരു കേസ് നിങ്ങൾക്കെതിരെ വരികയാണെങ്കിൽ ഉടൻ തന്നെ ജാമ്യം എടുക്കുന്നതിനുള്ള നടപടികൾ ചെയ്യേണ്ടതാണ്. ഇത്തരത്തിലൊരു കേസിൽ ശിക്ഷിക്കപ്പെടുകയാണെങ്കിൽ 3 വർഷം വരെ തടവ് ശിക്ഷയോ പിഴയോ അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ചോ ലഭിക്കുന്നതാണ്.
അപ്പോൾ എല്ലാവർക്കും IPC 498A അഥവാ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 85, 86 തുടങ്ങിയവയെക്കുറിച്ച് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.